ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് വരാനുള്ളത് ഒരുവിധ റേഷ്യോസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് രണ്ട് റേഷ്യോസ് ഉണ്ടായി, ഞാനതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് റേഷ്യോസ് തരും ആൻഡ് യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഡ്രോ അപ്പ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. എസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എത്ര പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും പ്രോബ്ലം ചെയ്യാം. ഞാനിന്നൊന്ന് സ്റ്റാർട്ട് ചെയ്തിടുന്നേ ഉള്ളൂ. 2-3 പ്രോബ്ലം നിന്ന് നമുക്ക് ചെയ്യാം, പിന്നെ നിങ്ങളെ എക്സാം കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ മേക്ക് ഔട്ട് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് വിത്ത് ആസ് മെനി ഡീറ്റെയിൽസ് ആസ് പോസിബിൾ. ഇതിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് മാത്രം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആഡ് ചെയ്യുന്നതാണല്ലോ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. അത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. You have given current ratio, liquid ratio, proprietary ratio, working capital, reserves and surplus and bank overdraft. കൃത്യമായിട്ട് പറയുന്നുണ്ട് there is no long term loan or fictitious asset. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കറൻറ്റ് റേഷ്യോ എടുത്തിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും കണ്ടുപിടിക്കാം. അതേമാതിരി ലിക്വിഡ് റേഷ്യോ കണ്ടിട്ടുണ്ട്, ലിക്വിഡ് അസറ്റ് കിട്ടും. അപ്പോൾ കറൻറ്റ് അസറ്റിൻ്റെയും ലിക്വിഡ് അസറ്റിൻ്റെയും ഡിഫറൻസ് എടുത്തിട്ട് സ്റ്റോക്ക് കാണാം. പിന്നെ പ്രൊപ്രൈറ്ററി റേഷ്യോ വെച്ചിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? പ്രൊപ്രൈറ്ററി റേഷ്യോയിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ് അതൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോന്നിൻ്റെയും ഫോർമുല കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കൽ ഈസി ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കറൻറ്റ് റേഷ്യോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കറൻറ്റ് റേഷ്യോ 2.5 തന്നിട്ടുണ്ട്, ലിക്വിഡ് റേഷ്യോ 1.5 ഉണ്ട്. അപ്പോൾ കറൻറ്റ് റേഷ്യോൻ്റെയും ലിക്വിഡ് റേഷ്യോൻ്റെയും ഒക്കെ ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ തന്നിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും കണ്ടുപിടിക്കാം. അപ്പോൾ കറൻറ്റ് റേഷ്യോ 2.5. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റി എക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത് 2.5x ആയിരിക്കും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ കറൻറ്റ് അസറ്റ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റി. അപ്പോൾ 2.5x മൈനസ് എക്സ് എന്ന് പറയുന്നത് 60,000 ആണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായിരിക്കും കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കറൻറ്റ് അസറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2.5 ഇൻറ്റു എക്സ്, ദാറ്റ് കംസ് 1 lakh. ഇത്രയേ പണിയുള്ളൂ. ഇനി ഇതേപോലെ ലിക്വിഡ് റേഷ്യോ വെച്ചിട്ട് ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ലിക്വിഡ് റേഷ്യോ 1.5 ആണ് തന്നിട്ടുണ്ട്. 1.5 എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. വി ഹാവ് ഓൾറെഡി കാൽക്കുലേറ്റഡ് ആസ് 40,000. അപ്പോൾ ക്വിക്ക് അസറ്റ് എത്ര വന്നിട്ടുണ്ട്? 1.5 ഇൻറ്റു 40,000 എന്ന് പറയുന്ന സമയത്ത് എത്രയാണ് വന്നത്? ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു 60,000 എന്ന് വന്നു. അപ്പോൾ ലിക്വിഡ് അസറ്റുമായി ക്വിക്ക് അസറ്റുമായി ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത്? കറൻറ്റ് അസറ്റ് മൈനസ് ക്വിക്ക് അസറ്റ്സ് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സ്റ്റോക്കായിട്ട് എടുക്കാം ഡിഫറൻസ് 40,000. കറൻറ്റ് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. അപ്പോൾ നമ്മൾ കറൻറ്റ് അസറ്റ് കിട്ടി. കറൻറ്റ് അസറ്റിലെ ഒരു കോമ്പണൻ്റായ സ്റ്റോക്കിനെ വേർതിരിച്ചിട്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര കണ്ട് നിങ്ങൾക്ക് വേറെ വേറെയാക്കി എടുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോന്നായിട്ട് കറൻറ്റ് അസറ്റിൽ കാണിച്ചാൽ മതി. ഇനി പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടാണ് തന്നിരിക്കുന്നത്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്നുള്ളതിൻ്റെ ഫോർമുലയും ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്സ് വെച്ചിട്ടാണ് അവർ പ്രൊപ്രൈറ്ററി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ 0.75 ആണ്. അപ്പം പ്രൊപ്രൈറ്ററി റേഷ്യോ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75. അതിൽ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ ഫിക്സഡ് അസറ്റും പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. അപ്പം പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.75x ആയിരിക്കും. മനസ്സിലായല്ലോ? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിനെ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് 0.75x. ഇനി നമുക്കറിയാം നമ്മളെ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഈക്വൽ ആവുമല്ലോ. അതായത് ലയബിലിറ്റി സൈഡ് എന്ന് പറയുമ്പം ഏതൊക്കെ വരും? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് വരും, പിന്നെ ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതെടുക്കണം, പിന്നെ കറൻറ്റ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതെടുക്കാം.
അതെന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? അസറ്റ് സൈഡ്. അസറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും? ഫിക്സഡ് അസറ്റ് വരും, കറൻറ്റ് അസറ്റ് വരും, പിന്നെ ഏതാ വരിക? വല്ല ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ്സും വരും. ഇങ്ങനെയാണ് നമ്മളെ ബാലൻസ് ഷീറ്റ് ടാലി ആവാറ്. അപ്പോൾ ഇതിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എക്സ് ആണ്. ലോങ് ടേം ലയബിലിറ്റീസ് ഇല്ല എന്ന് കൃത്യമായി പറയുന്നു. കറൻറ്റ് ലയബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? 40,000 ഇസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് എത്രയായിട്ട് എടുക്കണം? 0.75x പ്ലസ് കറൻറ്റ് അസറ്റ് കണ്ടുപിടിച്ചു. കറൻറ്റ് അസറ്റ് എത്രയാണ്? 1 lakh അല്ലേ? യെസ്, 1 lakh പ്ലസ് ഫിക്റ്റീഷ്യസ് അസറ്റ് നില്ലാണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുന്ന സമയത്ത് എക്സ് മൈനസ് 0.75x ഇസ് ഈക്വൽ ടു 1 lakh മൈനസ് 40,000 വരും. അപ്പോൾ 0.25x ഇസ് ഈക്വൽ ടു 60,000. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 60,000 ഡിവൈഡഡ് ബൈ 0.25. ഓക്കെ, അപ്പോൾ വരുന്ന ആൻസർ ഇതാണ്. 2,40,000 കിട്ടി. അതായത് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് 2,40,000 കിട്ടി. ഓക്കെ, എക്സ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0.75x. അപ്പോൾ 0.75 ഇൻറ്റു 2,40,000 എന്ന് പറയുമ്പം ഫിക്സഡ് അസറ്റ് എത്രയായി വന്നിട്ടുണ്ട്? 1,80,000. ഓക്കെ, അപ്പോൾ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടുമായി ഫിക്സഡ് അസറ്റുമായി. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ക്യാപിറ്റൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. കാരണം പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് അക്യുമുലേറ്റഡ് ലോസസ് എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അക്യുമുലേറ്റഡ് ലോസസ് ഒന്നുമില്ല. അപ്പോൾ ഷെയർ ക്യാപിറ്റലും റിസർവ്സും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എത്രയും തന്നിട്ടുണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എത്രയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? 2,40,000. ഷെയർ ക്യാപിറ്റൽ കാണാൻ പോവാം. സോ 2,40,000 ഇസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എത്രയാണ് തന്നിട്ടുണ്ട്? 40,000. Therefore share capital is equal to 2,40,000 minus 40,000. എത്ര വരും? ₹2 lakh. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടി ഈ ഒരു ക്വസ്റ്റ്യന്. ഇനി അത് വെച്ചിട്ട് നിങ്ങൾ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ചെയ്താൽ മതി. അപ്പോൾ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ അങ്ങോട്ട് ചെയ്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് കൊടുക്കുക. അപ്പോൾ 2,40,000 വരും പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഇനി ഇതെങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ളത് ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണിക്കാം. ഇത് ലയബിലിറ്റി സൈഡിൽ കാണിച്ചിട്ട് ഇത് അസറ്റ് സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അസറ്റിൽ വരുന്നത് ഫിക്സഡ് അസറ്റ് 1,80,000, കറൻറ്റ് അസറ്റ് ടോട്ടൽ 1 lakh ആയിരുന്നു. അതിൽ നിന്ന് സ്റ്റോക്ക് നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട് 40,000. അപ്പോൾ അതർ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത് ബാക്കി 60,000 വരും. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 2,80,000 പ്ലസ് ഇത് 2,80,000 വരും. അതിൽ നിന്ന് കറൻറ്റ് ലയബിലിറ്റീസ് മൈനസ് ചെയ്താൽ 2,40,000. ഇങ്ങനെ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം. ഇനി ബാലൻസ് ഷീറ്റാണ് കാണാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ മാത്രം ചെയ്താൽ മതി? ബാലൻസ് ഷീറ്റ് എടുക്കുക, അതിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഏത് കാണിക്കുക? ഷെയർ ക്യാപിറ്റൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക, റിസർവ്സ് ആൻഡ് സർപ്ലസ്, കറൻറ്റ് ലയബിലിറ്റീസ് ഇവിടെ കൊടുക്കുക. ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ. ഇനി ഇവിടെ ഫിക്സഡ് അസറ്റ് എഴുതുക, കറൻറ്റ് അസറ്റ് എഴുതുക. കറൻറ്റ് അസറ്റിൽ സ്റ്റോക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് എന്ന് എഴുതുക, അതർ കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. അതായത് ഷെയർ ക്യാപിറ്റൽ 2 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് 40,000, കറൻറ്റ് ലയബിലിറ്റീസ് 40,000. അപ്പോൾ 2,80,000 കിട്ടും. അസറ്റ് സൈഡ് അതേമാതിരി ഫിക്സഡ് അസറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 1,80,000. ടോട്ടൽ കറൻറ്റ് അസറ്റ് 1 lakh ആണ്. അതിൽ സ്റ്റോക്ക് 40 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്കി 60 അതർ കറൻറ്റ് അസറ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 2,80,000. ഡ്രോ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യുക? പിന്നെ പ്രൊപ്രൈറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്നാണ്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കുക, ടോട്ടൽ അസറ്റ് ഇന്നർ കോളത്തിൽ ചെയ്യുക, മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം.